ഫോട്ടോഷോപ്പില് ഒരു പുതിയ ക്യാൻവാസ് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇതുവരെ നമ്മൾ ചിത്രങ്ങൾ നിലവിലുള്ള കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ച ചിത്രങ്ങളാണ് പഠിച്ചിരുന്നത്. എന്നാൽ പുതിയൊരു ക്യാൻവാസ്, നമ്മളൊരു പുതിയ വർക്ക് തുടങ്ങുമ്പോൾ ആ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള ഒരു തലം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണ് ഫയൽ മെനുവിൽ നിന്നും ന്യൂ എന്നുള്ളത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കീബോർഡിൽ Ctrl+N എന്ന് പ്രസ് ചെയ്ത് ന്യൂ എന്നുള്ളതിന്റെ Ctrl+N പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇവിടെ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡയലോഗ് ബോക്സ് ആണ് ഈ കാണുന്നത്. ഇതില് നമ്മൾ സേവ് വർക്ക് ചെയ്യാൻ പോകുന്ന വർക്കിന്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുക. ഫയൽ നെയിം ആയിട്ടാണ് ഇത് പിന്നീട് നമുക്ക് ഉപകാരപ്പെടുക. അപ്പോൾ ഇവിടെ ഫയൽ നെയിം കൊടുക്കുക. ഞാനിവിടെ സാമ്പിൾ എന്ന് കൊടുക്കുകയാണ്, സാമ്പിൾ ഫയൽ. നിങ്ങൾക്ക് താല്പര്യമുള്ള പേര് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഫയലുമായി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട വർക്കിനെ മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഒരു പേര് കൊടുക്കുന്നത് ആർക്കും ഉചിതം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, ഇതില് നമ്മളുടെ ക്യാൻവാസിന്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് തീരുമാനിക്കണം. ഇതിനായിട്ട് ഇവിടെ ഈ പ്രീസെറ്റ് എന്നുള്ള ഭാഗത്തായിട്ട് ഇന്റർനാഷണൽ പേപ്പർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനുശേഷം ഇവിടെ A4 ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും താഴെ സൈസ് എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഫീൽഡ് നമുക്ക് തുറന്നു കിട്ടുന്നതാണ്. അതിൽ A4 അല്ലെങ്കിൽ ഏത് സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൈകാര്യം ചെയ്യാം. അപ്പൊ ഞാൻ A4 തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. A4 സെലക്ട് ചെയ്തു. അപ്പോൾ A4 എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ പ്രീ സൈസാണ്, അതായത് എല്ലാവർക്കും അറിയുന്ന ഒരു സൈസാണ് A4. അതിന്റെ വിഡ്ത്തും ഹൈറ്റും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നേരിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈസ് മാറ്റാവുന്നതാണ്. അപ്പോൾ A4 എന്നുള്ള സ്പെസിഫിക്കേഷൻ പോയി കസ്റ്റം എന്നുള്ള സ്പെസിഫിക്കേഷൻ ആയിട്ട് മാറും. നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ള സൈസ് സ്വീകരിക്കാവുന്നതാണ്. ഇനി ഈ കാണുന്നത് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചിത്രത്തിന്റെ വ്യക്തത, അതിലെ കൃത്യത, ക്ലാരിറ്റിക്കാണ് സാധാരണഗതിയിൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. 300 dpi ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഡോട്ട് പെർ ഇഞ്ച് അല്ലെങ്കിൽ പിക്സൽ പെർ ഇഞ്ച് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഇഞ്ചിനകത്ത് 300 പിക്സലുകൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ഈ 300 പിക്സൽ പെർ ഇഞ്ച് എന്ന് പറയുന്നത്. 300 എന്ന് പറയുമ്പോൾ എന്താ പറയാ, 300 പിക്സല് വരികളായിട്ടും 300 പിക്സൽ നിരകളായിട്ടും കാണാവുന്നതാണ്. അപ്പൊ 300 × 300 അത്രയും പിക്സലുകളാണ് നമുക്ക് ആക്ച്വലി ലഭിക്കുന്നുണ്ടാവുക. ഇനി കളർ മോഡ് നോർമലി നമുക്ക് വേണ്ടി വരുന്നത് CMYK കളർ എന്നുള്ള മോഡിലാണ് ചെയ്യേണ്ടത്. CMYK കളർ മോഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളത് 8 ബിറ്റ് എന്നുള്ളത് അതങ്ങനെ തന്നെ കിടന്നോട്ടെ. അടുത്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് വൈറ്റ്, നോർമലി വൈറ്റ് ക്യാൻവാസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇവിടെ മാറ്റിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർന്നാക്കാം, ട്രാൻസ്പെറന്റ് ആക്കാം, ഒക്കെ ചെയ്യാം. ഇപ്പോൾ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ടൂൾ ബോക്സിൽ താഴെ ഈ കാണുന്ന കളർ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് ഈ ചുവന്ന കളറായിരിക്കും. ട്രാൻസ്പെറന്റ് എന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇവിടെ വൈറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നോർമലി നമ്മൾ ഫസ്റ്റിൽ സ്വീകരിക്കേണ്ടത്. അപ്പൊ ഇത് A4 സൈസിലുള്ള ഒരു ക്യാൻവാസ് ആണ്. ഇതിന്റെ റെസൊല്യൂഷൻ 300 ആണ്. ഒക്കെയാണ് നമ്മൾ കൊടുത്തതാണ് അതെല്ലാം. ഇനി നോക്കുക, ഇവിടെ ഒരെണ്ണം കൂടി ന്യൂ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വൈറ്റ് എന്നുള്ളതിന് പകരം ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടോ, ചുവപ്പ് കളറിലാണ് വന്നിരിക്കുന്നത്. സൈസ് ക്ലിപ്ബോർഡ് സൈസിലാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പോൾ ഇവിടെ മറ്റൊരു സൈസ് കൊടുക്കാം. ഡിഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എന്ന് പറഞ്ഞൊരു സൈസ് ഉണ്ട്. അതിന്റെ റെസൊല്യൂഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ 16 സെന്റിമീറ്റർ, 11 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ. പിന്നെ അതുപോലെ തന്നെ റെസൊല്യൂഷൻ 28 പോയിന്റ് സംതിങ്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് റെസൊല്യൂഷൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ പരമാവധി CMYK കളറിൽ പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മൾ CMYK കളറിൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ മനസ്സിലായല്ലോ. ഇനി ട്രാൻസ്പെറന്റ് കൊടുക്കാം. ട്രാൻസ്പെറന്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുത്തു.
അപ്പോൾ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ചെക്കേഡ് ആയിട്ടുള്ള, ചെക്കേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് രൂപത്തിലുള്ള, ഐ മീൻ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രതലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ചെക്കേഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ട്രാൻസ്പെറന്റ് പൊസിഷനാണ്. അതായത് ഒരു ഗ്ലാസ് പീസ് നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഒരു ഗ്ലാസിന്റെ പീസ് എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ചെക്കേഡ് ഭാഗത്തെ, അല്ലെങ്കിൽ ഇങ്ങനെ കള്ളി ഗ്രേ ആൻഡ് വൈറ്റ് കള്ളി വരുന്ന ഭാഗത്തെ മനസ്സിലാക്കേണ്ടത് അതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. അതിന്റെ മുകളിലാണ് സാധാരണഗതിയിൽ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പം ഈ കാണുന്നത് ഒരു ലെയർ ആണ്. ഇതിനെയാണ് നമ്മൾ ഒരു ലെയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 3 തുറന്നിട്ടുണ്ട്. ഇവിടെ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറാണ്. ഇത് ലെയർ ആക്കിയിട്ടില്ല. ഇത് ലെയർ ആക്കാവുന്നതാണ്. ലെയർ ആക്കുമ്പോൾ അത് ഒരു ട്രാൻസ്പെറന്റ് പീസായിട്ട് മാറും. അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ കൊടുത്തത് A4 സൈസ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കളറിലേക്ക് പിന്നീട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ സ്വീകരിച്ച കളറുകൾ പിന്നീട് മാറ്റാവുന്നതാണ്. അതായത് ചുവപ്പ് എന്നുള്ളത് മറ്റൊരു കളറാക്കാൻ പറ്റും. ഇവിടെ ട്രാൻസ്പെറൻസിയില് മറ്റൊരു കളറാക്കാൻ പറ്റും. എല്ലാ ചേഞ്ചസും പിന്നീടും സാധ്യമാണ് എന്നർത്ഥം. അപ്പൊ 3 തരത്തിലാണ് നമുക്കിത് തുറക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന നമ്മളിപ്പോ വൈറ്റും ബാക്ക്ഗ്രൗണ്ടും സ്വീകരിച്ചിരിക്കുമ്പോൾ അതെല്ലാം വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന ലെയർ വിധത്തിലാണ് വരുന്നത്. ലെയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ വിശദമായിട്ട് കൂടുതലായിട്ട് പറയാം. ഇപ്പൊ ഒരു പുതിയ ഫയല് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പഠിച്ചു. ഇനി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയലുകളിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യമായ സൈസിൽ നമ്മൾ തുറന്ന പുതിയ ഫയലുകളെ ആണ് നമ്മൾ വർക്ക് ചെയ്യുക. നമ്മുടെ ആർട്ട് വർക്കും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യാം. അതിനുശേഷം അത് സേവ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. സേവിങ്ങിനെ കുറിച്ച് അടുത്ത പാഠത്തിൽ പഠിക്കും.